വയനാട്ടിൽ വീണ്ടും ഷിഗല്ല രോഗബാധ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. വയനാടാണ് തുടക്കത്തിൽ തന്നെ ഷിഗല്ല ലക്ഷണങ്ങൾ കൂടുതലായി കാണുകയും കൂടുതൽ ആളുകൾക്ക് രോഗബാധ ഉണ്ടാവുകയും ചെയ്ത സ്ഥലം. അവിടെയാണ് വീണ്ടും രോഗബാധ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. ജയരാജ് തിരിച്ചുവരുന്നുണ്ട്. ജയരാജ്, വയനാട്ടിലേക്ക് വീണ്ടും ഷിഗല്ല ബാധ ഉണ്ടാവുമ്പോൾ എന്താണ് സാഹചര്യം? ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. സജിത്ത്, 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വയനാട്ടിലെ ഷിഗല്ല സ്ഥിരീകരിച്ചത്. തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിക്കായിരുന്നു ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഉള്ള 3 വിദ്യാർത്ഥികൾക്ക് കൂടി ഇതിന്റെ ലക്ഷണങ്ങളും കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഷിഗല്ല വന്നതുകൊണ്ട് തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അല്പസമയത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ മാസമാണ് ഈ വയനാട്ടിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഏതാണ്ട് ഒരു 200ഓളം വിദ്യാർത്ഥികൾക്ക് അന്ന് ഷിഗല്ല ബാധ ഉണ്ടായിരുന്നു. പക്ഷേ ആരും അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇതിൽ എവിടെയാണ് ഇതിന്റെ ഉറവിടമെന്ന് കണ്ടുപിടിച്ച് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജില് ഒരു കുട്ടി ഹോസ്റ്റൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, മറ്റു കുട്ടികൾ വീട്ടിലുള്ള കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടേക്കെല്ലാം വ്യാപിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ അതുമായൊക്കെ ബന്ധപ്പെട്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഷിഗല്ല ബാധിതയാണ് വയനാട്ടിലുണ്ടാകുന്നത്. അതാണ് ഇതിൽ ആശങ്കപ്പെടുന്ന സാഹചര്യം വയനാട്ടിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.